കുപ്പി ഡോറ് തുറക്ക്. പറ്റില്ല. എനിക്ക് പോയിട്ട് കുറെ പണിയുള്ള. ഡോറ് തുറക്കടാ. പറ്റില്ല. എനിക്ക് കുറച്ച് പറയാണ്ട. കേട്ടറങ്ങ് പോയാൽ മതി. ഇന്ന് ഐവിയുടെ ലാസ്റ്റ് ദിവസമാണ്. ഞാൻ രാവിലെ തൊട്ട് ഓരോരുത്തരുടെയും പുറകെ നടക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ശരിയാക്കാൻ. ശരി, ഞാൻ ഇന്നലെ രാത്രി വേണ്ടാത്ത എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, സത്യല്ലേ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. നീ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇടപെടും. എനിക്ക് വേറെ വഴിയില്ലല്ലോ. നിനക്ക് എങ്ങനെയാലും ദിയെ വളച്ചെടുക്കണം. നിനക്ക് ഫുൾ ടൈം ദേവിയുടെ കൂടെ നടക്കണം. നിന്റെ വിചാരം ഐ വി വേൾഡ് കപ്പ് ആണെന്നാണല്ലോ. എല്ലാവർക്കും ഐ വിക്ക് വരാൻ അവരുടേതായ ഒരു കാരണങ്ങളുണ്ട്. പക്ഷെ നീയൊക്കെ ഞാൻ എന്തിനീ ട്രിപ്പിന് വന്നു ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കൂടെയൊക്കെ അടിച്ചു പൊളിക്കാനാടാ തെണ്ടികളെ. കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും. പക്ഷെ ഇതുവരെ നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ദിയയുടെയോ ദേവികയുടെ കൂടെയോ നടക്കണ്ടെന്നോ നീ നിന്റെ ജോലി ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നേ. പക്ഷെ ഒരുമിച്ചുള്ള ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കേണ്ടിരിക്കുക. എടാ, ദിൽ ചാത്താ ഹേ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തേ? പിന്നെ ഇത്ര ഫേമസ് ആയ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോകുന്നത് മോശമല്ലേ? ഭയങ്കര മോശം. പക്ഷേ ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറ ആണല്ലോ. എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. ക്യാമറ എൻ്റെ അടുത്തുണ്ട്. ആ, ഓക്കെ. അപ്പൊ പിന്നെ നീ ഫോട്ടോ എടുക്കാൻ ഒരാളെ മാത്രം കിട്ടിയാൽ മതി. എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല. നിനക്കറിയാവോ? എനിക്ക് ഒട്ടും അറിയില്ല. എടാ, നിനക്കോ? എനിക്ക് വിട്ടു പറഞ്ഞൂടാ. ഇനിയിപ്പോ ആരാ ഉള്ളേ? മതി, നിങ്ങൾ പോയി നിൽക്ക്, ഞാൻ എടുത്തുതരാം. കുപ്പി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടേ ഇല്ലോട്ടോ. ഓവറാക്കണ്ട, പോയി നിൽക്ക്. സോറിടാ, ഞാൻ എടുത്തുതരാം. സോറിയുടെ ചക്കരെ, ഇനി വഴക്കുണ്ടാക്കൂല കേട്ടോ. സോറി കേട്ടോ. സോറിടാ. ശരി, പോയി നിൽക്ക്. എന്നടാ പോയി നിൽക്കടാ പൊട്ട. അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയടാ. 15 വർഷമായില്ലടാ. അല്ലെങ്കിലും അത്ര നാളും നിലനിൽക്കുന്ന എന്താടാ ഉള്ളേ? ഫോൺ കട്ട് ചെയ്യല്ലേ പ്ലീസ്. എന്താ കാര്യം? നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേറൊരു മുഖമുണ്ട്. വേറൊരു മുഖോ? നീ ആരും റിപ്പറോ അതോ ഗാങ്സ്റ്ററോ? ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ട്, നീ അവിടം വരെ ഒന്ന് വരുമോ? ഹായ്. അയ്യോ, ഇതെന്തത്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കൊള്ളാട്ടോ, എനിക്ക് ചേരണുണ്ട്. താങ്ക്സ്. ഹലോ. എടാ, നിനക്കെന്താണോ ഫോൺ എടുത്താ? എത്ര ദിവസം ഞാൻ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഓസ്റ്റിൻ. ഓസ്റ്റിൻ. ഇവിടെ പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല. ഓസ്റ്റിനെ, എന്താ പറ. നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? സത്യം പറഞ്ഞ നമ്മുടെ ബാൻഡിന്റെ പാട്ടൊക്കെ ഭയങ്കര ബോറാ. പെറ്റ തള്ള സഹിക്കൂല. നീ ഇപ്പൊ ഫൈനൽ ഇയർ ആയില്ലേ? എന്തെങ്കിലും ഒരു 4 അക്ഷരം പഠിച്ചൊരു പ്ലേസ്മെന്റ് ഒക്കെ മേടിച്ച് ഒന്ന് രക്ഷപ്പെടാൻ നോക്കടാ. അല്ല പിന്നെ എന്തെങ്കിലും ഒന്ന് പറ ദേവുട്ടി, പ്ലീസ്. ഇത്രയും വെട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്ത് പിള്ളേരെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായി അവരുടെ ടൂറിന്റെ അവസാനത്തെ ലൊക്കേഷനിലെത്തി, സൺഡൗൺ പാർട്ടി. ഡാ ഗൗതം ഒന്ന് കൂടെ വരൂ. ഇതാ വരുന്നു. ഗൗതം, നമ്മൾ പരിചയപ്പെട്ടിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. എനിക്ക് നിന്നെക്കുറിച്ചും നിനക്കെന്നെക്കുറിച്ചും നീ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഓക്കെ? Hi, that's 42 of us. Hi. Sir, these guys. Where did you get the tickets from? Cochin. Sorry guys, you guys are cheated. So that's not possible. Is this the guy? Yes. Your tickets are fake. He's a known fraud. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്ന വരുണിന് ഒട്ടും പ്രതീക്ഷിക്കാതൊരു പണി കിട്ടി. പിള്ളേരുടെ ഒക്കെ കാശും പോയി, ന്യൂ ഇയർ പ്ലാനും കുളവായി, വരുണാകെ സങ്കടവുമായി. I'm sorry. പക്ഷേ വരുൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എടാ നീ എന്തിനാ സോറി പറയുന്നത്? വിട്ടേക്കടാ, കാശ് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ ഇങ്ങനെയൊന്നും അവന്റെ കൂട്ടുകാര് അവനെ തള്ളിപ്പറയില്ലെന്ന്. Sorry. വരുൺ, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിനക്ക് ഞാനുണ്ട്. അല്ല, ഞങ്ങളുണ്ട്. ഞങ്ങളെ ഞങ്ങളൊന്ന് എല്ലാവരും എല്ലാവരെയും കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടോ? വരുണേ, സൺഡൗൺ പാർട്ടി അല്ലെങ്കിൽ വേറൊരു പാർട്ടി, ഗോവയിലാണ് ഒരു പാർട്ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. വി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. എല്ലാരും പാർട്ടി തിരഞ്ഞ് ഉത്സാഹിക്കുമ്പോഴും ദിയയുടെ പിണക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്ഷയ്ക്ക് പാർട്ടി തരാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ Here. Excuse me. Yes. Is there any party happening here? മലയാളിയാണല്ലേ? അതെ. അകത്തൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഒരു വമ്പൻ മലയാളി സ്രാവ് നടത്തുന്ന ഫോം പാർട്ടി. ഫോം പാർട്ടി? ചേട്ടാ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? നിന്റെ സൈസിനും പ്രായത്തിനൊന്നും പറ്റിയ പാർട്ടി അല്ലല്ലോ അത്. ചേട്ടാ അങ്ങനെ പറയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന്. തീരാറായി. എന്തായാലും ഒന്ന് കയറി കണ്ടോ.